ശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും വിനീതമായ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ ദിക്കിലേക്ക് നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് അടുക്കള വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമുക്ക് വീട് വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായതെങ്കിൽ നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് അടുക്കള സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം ഏത് ഭാഗത്താണ് കിട്ടുന്നതെന്ന് നമുക്ക് ഇവിടെ ഒന്ന് വിശകലനം ചെയ്യാം. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് നമുക്ക് റോഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ദർശനം എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ വീടിൻ്റെ മുൻവശം ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും പൊതുവെ നല്ലത്, പ്രായോഗികമായിട്ടും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കും അനുസരിച്ചുള്ള ഭാഗമൊക്കെ ആയിരിക്കണം തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീട് വയ്ക്കുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടുക്കള വന്നാൽ ഏറ്റവും ഉപകാരം ഉണ്ടാവുക അഗ്നികോണിലാണ്. അതായത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നികോണിലാണ് നമുക്ക് അടുക്കള വരിക. അപ്പോൾ തീർച്ചയായിട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീട് വെക്കുന്നവർക്ക് വലിയൊരു ആനുകൂല്യമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ അടുക്കള വരിക എന്നുള്ളത്, അടുക്കളയെ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അടുക്കളയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൂടുന്ന സ്ഥലം തന്നെയാണ് അഗ്നികോണ്. അതായത് അഗ്നിക്ക് തന്നെയാണ് അവിടെ പ്രാധാന്യം. അവിടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതും അഗ്നിയിൽ അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതും ഏറ്റവും വീടിനും സ്ഥലത്തിനും അവിടെയുള്ള കുടുംബാംഗങ്ങൾക്കും അനുകൂലമാണ് എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല വടക്ക് കിഴക്ക് ഭാഗത്തുള്ള നമ്മുടെ കിണറിനെ അതിൻ്റെ അധികം ദൂരത്തല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും അനുകൂലമാക്കി തീർക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അഗ്നികോണിൽ നമ്മൾ അടുക്കള ഉണ്ടാക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ആ അടുക്കള സെറ്റ് ചെയ്യാൻ. അതിൻ്റെ അടുപ്പും അതുപോലെ മറ്റുള്ള ഗ്യാസ് സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതും. കൂടാതെ അടുക്കളയുടെ കിഴക്ക് ഭാഗത്തായിരിക്കും അതിൻ്റെ അടുക്കള വരിക, തെക്ക് കിഴക്കേ ഭാഗത്ത്. അവിടെ ജനലുകൾക്ക് തുറന്നു കിടക്കുന്ന രീതിയിലുള്ള കൂടുതൽ ജനലുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ കിഴക്ക് ഭാഗത്തിൻ്റെ വലിയ ആനുകൂല്യം നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മുടെ വീട് വെച്ചതെങ്കിലും കിഴക്ക് ഭാഗത്തിൻ്റെ വടക്ക് ഭാഗത്തിൻ്റെ വലിയൊരു ആനുകൂല്യം ആ ഭാഗത്ത് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗം മോശം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പണിഞ്ഞുകൊണ്ട് കൂടുതൽ ജനാലകളും അതുപോലെ അത്തരം സൗകര്യങ്ങളും വഴികളൊക്കെ ആ ഭാഗത്ത് ഇട്ടുകൊണ്ട് ആ അടുക്കള പണിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീടിന് വലിയ ആനുകൂല്യം കൊണ്ടുതരുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് അടുക്കളയുടെ മറ്റു പ്രശ്നങ്ങളൊന്നും മുൻവശത്ത് വരാതെ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് തെക്ക് കിഴക്കേ ഭാഗത്തുള്ള അഗ്നിമൂല നമുക്ക് അഗ്നികോണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ തന്നെ അടുക്കളയ്ക്ക് വലിയൊരു ഒന്നാം സ്ഥാനം എന്നുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനെ മൊത്തം വീടിൻ്റെ എല്ലാ തരത്തിലുള്ള ഊർജത്തിനും അനുകൂലമാക്കി തീർക്കാനും നമുക്ക് ആ ഭാഗത്ത് നമുക്ക് സമൃദ്ധിയോടുകൂടി തന്നെയുള്ള ഒരു ആനുകൂല്യം നമ്മുടെ വീടിന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് അടുക്കളയിൽ സ്ഥാനം നമുക്ക് വീടിൻ്റെ അടുക്കളയിൽ സ്ഥാനം നമുക്ക് അഗ്നികോണിൽ വെച്ചുകൊണ്ട് നമുക്ക് വീട് നിർമ്മിച്ച് നമുക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ 4 ദിക്കിലേക്കും ഇപ്പോൾ നമ്മൾ വീട് പണിയുന്നതും അടുക്കള സ്ഥാപിക്കുന്നതും നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ സമയത്തൊക്കെ നമുക്കൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും, ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് ഈ 4 ഭാഗത്തേക്കും പണിയുമ്പോഴും അടുക്കളയുടെ സ്ഥാനം വന്നിട്ടുള്ളത് ഒന്ന് അഗ്നികോണിലും ഒന്ന് വായുകോണിലുമാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും അടുക്കള വന്നിട്ടില്ലല്ലോ. വരേണ്ട ആവശ്യമില്ല. കാരണം നല്ല അനുകൂലമായിട്ടുള്ള
സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ 2 കോണും നമുക്ക് അടുക്കളയ്ക്ക് പറ്റിയ പ്രധാനപ്പെട്ട 4 ഭാഗമാണ് നമുക്ക് അടുക്കളയ്ക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം നമുക്ക് അഗ്നി മൂലയ്ക്ക് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം നമുക്ക് നമ്മുടെ അത് ഈ ഇത് കൊടുക്കാം, വായു കോണിന് കൊടുക്കാം. അതുപോലെ പിന്നെ നമുക്ക് കൊടുക്കാം കിഴക്ക് ഭാഗത്ത് കൊടുക്കാം, അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം, വടക്ക് ഭാഗത്ത് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ ഏറ്റവും മുൻഗണന 2 നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും മുൻഗണനയുള്ള 1ഉം 2ഉം ഭാഗങ്ങളിൽ നമ്മൾ അടുക്കള പണിഞ്ഞുകൊണ്ട് കൂടുതൽ ആനുകൂല്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വാശിക്ക് വേണ്ടി തോന്നിയതുപോലെ ശാസ്ത്രത്തിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് എന്താ ഈ ഭാഗത്ത് പിന്നെ അടുക്കള ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതൊക്കെ ഒരു ഗുണകരമായിട്ടുള്ള കാര്യമല്ല. കാരണം നമുക്കൊരു സാധനം വാങ്ങിക്കുന്നത് പോലെയല്ല. ആ സാധനം നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങി, ആ വാഹനം നമുക്ക് വേണ്ടെന്ന് വെച്ച് ആ വാഹനം വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ സ്ഥാനം നിർണ്ണയിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അടുക്കള നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാനോ വീട് തിരിച്ചു വയ്ക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. പെട്ടെന്ന് നമ്മൾ വീട് സ്ഥലം ഇതൊക്കെ വിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വീട് പണിയുമ്പോൾ നമുക്ക് എല്ലാ വ്യവസ്ഥകളോടും കൂടി വാസ്തുശാസ്ത്രം പറയുന്ന നിങ്ങൾക്ക് യുക്തിപരമായിട്ട് നല്ലതെന്ന് തോന്നുന്ന, അനുകൂലമെന്ന് തോന്നുന്ന, പ്രായോഗികമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതി. നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്തതായിട്ടുള്ള, നമ്മൾ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള വാസ്തു പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഒരു ഭാഗത്ത് എന്തുകൊണ്ട് ആ ഭാഗത്ത് വേണ്ട അല്ലെങ്കിൽ ആ ഭാഗത്ത് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ അടച്ചാക്ഷേപിക്കുകയും അതിനെ തള്ളി പറയുകയും ചെയ്യുന്നത് ഒരു വിഡ്ഢിത്തം തന്നെയാണ്. കാരണം മറ്റ് ഏതൊരു കാര്യങ്ങളും നിർമ്മാണങ്ങളായാലും മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ ഒരു ഡോക്ടർ പരിശോധിക്കുന്ന അദ്ദേഹത്തിന് ആ ഡോക്ടറേറ്റ് നേടുന്നുള്ള ഒരു പഠനം ആവശ്യമാണ്. അതുപോലെ ഒരു അധ്യാപകൻ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ അധ്യാപനത്തിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്, ഒരു പഠനം ആവശ്യമാണ്. അതുപോലെ ഏതൊരു മേഖലയിലായാലും അതിൻ്റെ പഠനവും അതിൻ്റെ അറിവും ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു വീട് വയ്ക്കുമ്പോഴും അതിൻ്റെ അറിവും അതിൻ്റെ അനുഭവവും അതുപോലെ അതിൻ്റെ അന്വേഷണമൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് കരുതി നമുക്ക് ഒരു തോന്നിയതുപോലെ ഒരു വീട് വെച്ചുകൊണ്ട് പിന്നീട് നമുക്കതിൽ ഖേദിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോയ്ക്ക് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം, വാസ്തുശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. കാരണം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഇത്തരം വീഡിയോകൾ വരുന്നത്. നമ്മളെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അതേപോലെ നമ്മളെ പഠനത്തിൻ്റെയോ അതുപോലെ നമ്മളെ നിരീക്ഷണത്തിൻ്റെയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം വീഡിയോകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ശാസ്ത്രവും ഒന്നും നമുക്ക് പ്രായോഗികമായിട്ട് പറയാൻ സാധിക്കുകയില്ല. അതിന് വളരെ വർഷത്തെ നമ്മളുടെ കാത്തിരിപ്പും നമ്മളുടെ പഠനവും അനുഭവവും അതുപോലെ തന്നെ നിരീക്ഷണവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങളുടെ പഠനവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ആചാര്യന്മാരുണ്ട്, വാസ്തു വിദഗ്ധന്മാരുണ്ട്. അവരുടെ അറിവുകൾ, അവരുടെ അനുഭവങ്ങൾ, അവരിൽ നിന്നുള്ള മനസ്സിലാക്കലുകൾ, ഇത്തരം ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമുക്കൊരു ശാസ്ത്രം ശരിയായ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. ഇതിൽ ഇനിയും നമ്മൾ പഠിക്കാത്ത അറിയാത്ത ഒരുപാട് മേഖലകൾ, വലിയ മേഖലകൾ ഇതിലുണ്ട്. കാര്യം വലിയ നിർമ്മാണങ്ങൾ, വലിയ സംവിധാനങ്ങളൊക്കെ നമ്മളെ ഭാരതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇന്നും അത്ഭുതകരമായിട്ട് നിൽക്കുന്ന ചില സ്തൂപങ്ങളും അതുപോലെ കെട്ടിടങ്ങളും വലിയ മന്ദിരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടേക്കൊക്കെ വലിയ പിന്നെ എൻജിനീയറിങ് ആയിട്ടുള്ള ഈ വാസ്തുവിൽ അടങ്ങിയിരിക്കുന്ന വലിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള മിനിമം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീട് പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ വീടിനും കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എനർജിയും സമൃദ്ധിയും നമുക്ക് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഇത് നിങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ മറ്റു വീഡിയോകൾ നിങ്ങൾ നോക്കുകയും കാണുകയും അതുപോലെ പറഞ്ഞിട്ടുള്ള പല വീഡിയോയിലും പല തരത്തിലുള്ള പല അറിവുകളും അനുഭവങ്ങളും ഞാൻ പങ്കുവച്ചിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാവരും കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും തീർച്ചയായിട്ടും ചെയ്യണം. ഈ വാസ്തുശാസ്ത്രത്തിലുള്ള ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ നമുക്ക് അറിയുന്ന ഏത് തരത്തിലുള്ള അറിയുന്ന മേഖലയിൽ നമുക്കതിനൊരു പരിഹാരവും ഉത്തരവും നൽകാൻ നമുക്ക് കഴിയും. ഒരിക്കലും തീർച്ചയായിട്ടും ഇത് ഒരു 100% എന്ന് പറയാതെ നമുക്ക് ഒരു വാസ്തുശാസ്ത്രം ഒരിക്കലും നമുക്കൊരു വീട് പണി 100%-ലൊന്നും നമുക്ക് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്കൊരു 60-70% വരെ നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ നമുക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ സാധ്യതയിൽ നമുക്കൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനം പണിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. മഴ പെയ്യുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കാറ്റടിക്കുമ്പോൾ നമ്മളതിനെ ഉപയോഗപ്പെടുത്തുന്നു, നമ്മളതിനെ ഊർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ നമ്മൾ പലതരത്തിലും ശാസ്ത്രങ്ങൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യൻ. അതുപോലെ തന്നെ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ അനുകൂലമാക്കി തീർക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇത്തരം അറിവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊള്ളു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.